അങ്ങനെ മലമണ്ടയിൽ നിന്ന് ഞങ്ങൾ നേരെ മദാമ്മക്കുളത്തിലേക്ക് പോകാനായിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പം മലമണ്ടക്കാർ ശരിക്കും ഒരു ജീപ്പ് റൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മദാമ്മക്കുളത്തിലേക്ക്. പക്ഷെ ഞങ്ങൾ ബൈക്കിന് തന്നെ പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. അങ്ങോട്ട് ഓഫ് റോഡ് തന്നെയാണ്, അത്യാവശ്യം ഓഫ് റോഡ് പോകാൻ പറ്റുന്ന ബൈക്കിനൊക്കെ പോകാൻ പറ്റും. പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈ മദാമ്മക്കുളവും ഉറുമ്പിക്കരയും. ഇവിടുത്തെ തോട്ടമൊക്കെ അന്ന് നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. ആഷ്ലി എസ്റ്റേറ്റും ഒക്കെ. ആഷ്ലി എസ്റ്റേറ്റ് ഇപ്പോഴും ആക്റ്റീവാണ്. പക്ഷേ ഈ മദാമ്മക്കുളത്തിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ആരും തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഈ മദാമ്മക്കുളത്തിൻ്റെ ഈ പേര് വരാൻ തന്നെ കാരണം പണ്ട് കാലത്ത് ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മാഡം റോബിൻസൺ എന്നൊരു മദാമ്മ അവരും അവരുടെ കൂട്ടാളികളും ഒത്ത് കുളിക്കാൻ വന്നിട്ടിരുന്നത് മദാമ്മക്കുളത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈ വാട്ടർഫോളിന് മദാമ്മക്കുളം എന്നുള്ള പേര് തന്നെ വന്നത്. മദാമ്മക്കുളത്തിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല. വണ്ടി പുറത്ത് ഇച്ചിരി ദൂരം പാർക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ നടന്നു വേണം നമുക്ക് മദാമ്മക്കുളത്തിലെത്താനായിട്ട്. സാധാരണ എല്ലാ സമയത്തും തന്നെ മദാമ്മക്കുളത്തിൽ കുറച്ചധികം ആൾക്കാരുണ്ടാകുന്നതാണ്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഒരു ഇതിനാണെന്ന് അറിയത്തില്ല, ആരും ഉണ്ടായില്ല ഇവിടെ. ഇന്ന് എന്തായാലും ആരും തന്നെ ഇവിടെ കാണാൻ പറ്റിയില്ല. ഈ മദാമ്മക്കുളത്തിൻ്റെ കുറച്ചപ്പുറത്തോട്ട് മാറി കുറേ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉറുമ്പിക്കര. ഇപ്പോൾ ഓഫ് റോഡ് ഡ്രൈവ് വരുന്നവർ അവിടെയും ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം മദാമ്മക്കുളത്തിലേക്കല്ല പോകുന്നത്. മദാമ്മക്കുളത്തിന് തൊട്ട് മുകളിൽ തന്നെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. സൂയിസൈഡ് പോയിൻ്റാണ്. അപ്പോൾ നമ്മളതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ്. വാഗമണ്ണ് ആ ഭാഗമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. മദാമ്മക്കുളം നമുക്കെല്ലാവർക്കും അത്യാവശ്യം ചാടി കുളിക്കാനും എല്ലാം പറ്റുന്നൊരു വാട്ടർഫോൾ തന്നെയാണ്. പക്ഷേ ഭയങ്കര ഡേഞ്ചറായിട്ടൊരു വാട്ടർഫോളും കൂടിയാണ്. കാരണം ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. റീസെൻ്റ്ലി തന്നെ ഒരു പയ്യനോട് ഒരു അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മദാമ്മക്കുളത്തിൽ വരുന്നവരെല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നല്ല എക്സ്പീരിയൻസ്, നീന്താൻ നന്നായിട്ട് അറിയാവുന്നവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണയുള്ളവർ മാത്രം ഇതിനകത്ത് ചാടി കുളിക്കുക എന്നുള്ളതായിരിക്കും നല്ലത്. അല്ലാതെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ വളരെ മനോഹരമാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ചില സമയത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു വ്യൂ ഇവിടെ കിട്ടത്തുള്ളൂ. ഞങ്ങൾക്ക് എന്തായാലും അങ്ങനത്തെ ഒരു വളരെ നല്ലൊരു വ്യൂ കാണാൻ പറ്റി. ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുകയും ചെയ്യും. നമ്മൾ യാത്ര പോകുമ്പോഴുള്ള രണ്ട് പ്രത്യേക കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ മൈൻഡ്, രണ്ട് അവിടുത്തെ കാലാവസ്ഥ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ മൈൻഡ് നല്ല സെറ്റാണെങ്കിൽ നമ്മൾ അത്യാവശ്യം എവിടെ പോയാലും നമ്മുടെ മൈൻഡ് കൊണ്ട് ആ സ്ഥലം നമുക്ക് വളരെ നല്ലതായിട്ട് പോകും. അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ നമ്മുടെ മൈൻഡ് അത്ര സെറ്റ് അല്ലെങ്കിൽ പോലും ആ കാലാവസ്ഥ നമ്മുടെ മൈൻഡ് സെറ്റാക്കി എടുക്കും.